വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ നാട്ടിൽ SIR അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ എൻ്റെ സ്റ്റോറിയിലൂടെ പറഞ്ഞിരുന്നു. എനിക്ക് കിട്ടിയില്ല. അതായത് ഈ വോട്ടർ പട്ടികയുടെ ഈ ഫോം കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് തന്നെ കോൾ വന്നു കേട്ടോ. അന്ന് തന്നെ കോൾ വന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ വീട്ടിൽ അത് കൊണ്ടുകൊടുത്തു. ഞാനത് തിരിച്ച് പൂരിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്നുള്ളതായിരുന്നു. എന്തായാലും അതുകൂടെ പറഞ്ഞു പോകാം. കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് പേഴ്സണലി ചോദിക്കുന്നുണ്ട് കിട്ടിയോ കിട്ടിയോ എന്ന്. കിട്ടി. അപ്പോ ഈ SIR ഇപ്പോ ബംഗാളിലാണ് ഇപ്പോ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെടുത്ത് നോക്കിയാൽ വെച്ചിട്ടാ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 55,000 പേര് കാണാനില്ല. കാണാനില്ലെന്ന് പറഞ്ഞാൽ അവരുടെ വിലാസത്തിൽ പോയി തപ്പിയിട്ട് കാണാനില്ല. ഈ 55,000-ത്തിൽ തന്നെ ഈ 20,000 പേര് മരണപ്പെട്ടവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ 29,000 പേര് അവരുടെ വിലാസങ്ങളിലില്ല. വിലാസങ്ങളില്ലാത്തവർക്ക് ആ ഫോം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇത് 55,000 ആണെങ്കിൽ അടുത്ത ദിവസം മനോരമ ഞാൻ വായിക്കുമ്പോൾ അത് 80,000 മാറി. പിന്നെ അതിന്റെ അടുത്ത ദിവസം ഓരോ ദിവസം കൂടി വരികയാണ്. ഈ നമ്മുടെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരം വന്നിട്ട് കോവിഡ് രോഗികളുടെ എണ്ണം പറയത്തില്ലേ, ഇന്ന് 100 പേര്, അടുത്ത ദിവസം ആകുമ്പോൾ 1000 പേര് എന്ന് പറയും. അപ്പൊ അതുപോലെ ഓരോ ദിവസം ഇങ്ങനെ കൂടി വരികയാണ്. അടുത്ത ദിവസം ആയപ്പോൾ 1,05,000 പേരിലേക്ക് കാര്യങ്ങൾ മാറി. ഇതിൽ കുറെ പേര് മരണപ്പെട്ടവരാണ്, കുറെ പേര് വിലാസങ്ങളില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഈ വിലാസങ്ങളില്ലാത്ത ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളത് ഒരു ടാസ്ക് പിടിച്ച പണിയാണ് എന്നാണ് പറയുന്നത്. അതാണല്ലോ നമ്മൾ ചെയ്യുന്നത് SIR. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവരെവിടെയാണെന്ന് തിരിച്ചു വരുന്നില്ലെങ്കിൽ പേര് വെട്ടി വിളയെ കളയുക. ഇതാണ് SIR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബംഗാളിൽ ഇതുപോലത്തെ ഈ ഇന്റൻസീവ് റിവിഷൻ നടക്കുമ്പോൾ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സംസ്ഥാനമാണെന്ന് പറയുമ്പോൾ വലിയ ഇഷ്യൂസ് ഒക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇന്ത്യ ടുഡേ ബംഗ്ലയൊക്കെ റിപ്പോർട്ട്, ആജ് തക് ബംഗ്ല, ഇന്ത്യ ടുഡേ അല്ല സോറി, ബംഗ്ലയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ വായിച്ചൊരു റിപ്പോർട്ടിൽ 2,68,000 പേര് ബംഗ്ലാദേശിൽ ഈ BLOമാർ അവിടെ ചെന്നപ്പോൾ അവർ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും ആൾക്കാർ അവിടെ മതം മാറിയതുപോലെ താമസിക്കുകയാണ് ബംഗ്ലാദേശിൽ വന്ന്. ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് താമസിക്കുക. കാരണം ബിജുചേട്ടൻ പറയുന്നത് പോലെ ഈ റാവുത്തർ, ഖാൻ എന്നുള്ള സർനെയിം, ചൗധരി എന്ന സർനെയിം ഒക്കെ കയറ്റിയിട്ട് നൈസായിട്ട് താമസിക്കുക. എന്താ പേരെന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് ചൗധരി എന്ന് പറയും. അതെന്താ മുഹമ്മദ് ചൗധരി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പിടിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അതിർത്തിയിലുള്ള എല്ലാ ആൾക്കാരെയും പിടിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ അവിടെ നിന്ന് ബംഗ്ലാദേശിലോട്ട് മൊത്തത്തിൽ പലായനം ചെയ്യുകയാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ യോഗി ആദിത്യനാഥ് ഇതിൽ മിടുക്കനാണ്. കാരണം യോഗി ആദിത്യനാഥ് പറയുന്നത് അങ്ങനെ പലായനം ചെയ്യണ്ട, നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണമല്ലോ. ഭീകരർ കാണും, കൊലപാതകം നടത്തിയ ആൾക്കാർ കാണും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ തടവറ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്, അവിടെ കിടക്ക്, എന്നിട്ട് നടപടി പ്രക്രിയയിലൂടെ നിങ്ങളെ പുറത്തേക്ക് വിടാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കൂടുതൽ ഞെട്ടിക്കുന്നുണ്ട് അവരെ. ഇപ്പൊ വരുന്ന റിപ്പോർട്ട് ബംഗാളിൽ 2 കോടി ഫോം തിരിച്ചു വന്നില്ല എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ തിരിച്ചു വരുമോ? അതേ ഈ 2 കോടി ബംഗ്ലാദേശികൾ അവിടെ താമസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അവിടെ താമസിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു റിപ്പോർട്ട്, 6 മേഖലകളായിട്ട് ഈ വെസ്റ്റ് ബംഗാൾ തിരിച്ച് അവിടെ BJP ഇപ്പൊ തന്നെ ഇലക്ഷനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. 6 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. മുൻ മന്ത്രിമാര്, മുൻ MLA മാര്, കേന്ദ്രമന്ത്രിയുടെ പേര് ഞാൻ മറന്നുപോയി, ഒരു കേന്ദ്രമന്ത്രിക്കാണ് മൊത്തത്തിൽ ഒരു ചാർജ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മമതാ ബാനർജിന്റെ നെഞ്ച് പടപട ഇടിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഈ 2 കോടി തിരിച്ചു വന്നില്ല എന്നുള്ള റിപ്പോർട്ട് വരുന്നത്. അപ്പൊ എന്താ തോന്നുന്നത്, ഈ 2 കോടി തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ 2 കോടി പേര് പലായനം ചെയ്യാനുള്ള ആൾക്കാരാണോ? അവർ അനധികൃതമായിട്ട് വന്ന ആൾക്കാരാണോ? എന്തെങ്കിലും നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ SIR പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പോയ ഒരേ ഒരു സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാർ ഉള്ളത് എന്ന് കരുതുന്ന ഒരു പ്രദേശം, ഒരു സംസ്ഥാനം. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടാണ് പോയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ SIR-നെതിരെ പ്രതിഷേധമുണ്ടായതും വെസ്റ്റ് ബംഗാളിലാണ്. മമതാ ബാനർജി തന്നെ രംഗത്തിറങ്ങുകയും പടുകൂറ്റൻ റാലികൾ നടത്തുകയും മറ്റുമൊക്കെ ചെയ്തു. അപ്പോൾ ഇതിന്റെ ട്വിസ്റ്റ് ചെയ്യാൻ, അതായത് ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റി വിടുന്നതിന് വേണ്ടി ഡിസംബർ 6-ന് കുമാരി മമതാ ബാനർജി ബാബറി മസ്ജിദ് പണിയുന്നതിന് വേണ്ടിയിട്ട് ബംഗാളിൽ അതിന്റെ ശിലാസ്ഥാപനം നടത്തുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. അതായത് ശ്രദ്ധ മാറ്റിവിടുക SIR-ന്റെ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി SIR നടപ്പാക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത് മമതാ ബാനർജി. ഇവിടെ നടപ്പാക്കില്ല, എന്നാൽ അതിന്റെ ഫോമുകൾ വിതരണം ചെയ്തു. ഫോം തിരിച്ചെത്തി എന്നൊരു സന്തോഷ വാർത്ത ആദ്യമായി തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. നടപ്പാകില്ല എന്ന് പറയുന്നിടത്തൊക്കെ നടപ്പാക്കും. മറ്റൊരു പിണറായി ആണോ മമത എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകാത്തത്. നടപ്പാകില്ല എന്ന് പറഞ്ഞ പിറ്റേ ദിവസം നടപ്പാക്കും. അതായത് നവംബർ 4-നായിരുന്നു ഈ ഫോം വിതരണം ചെയ്തത്. 7.66 കോടി ഫോമുകൾ വിതരണം ചെയ്തു. ഇതില് 4.55 കോടി ഫോമുകൾ തിരിച്ചെത്തി. അപ്പോൾ സ്വാഭാവികമായി ഇനി തിരിച്ചെത്താനുള്ളത് ഏതാണ്ട് ഒരു 2 കോടിക്ക് മുകളിൽ, 2.5 കോടിക്കടുത്ത് ഫോമുകൾ തിരിച്ചെത്താനുണ്ട്. ഇതിൽ 10.33 ലക്ഷം ഫോമുകൾ കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ധനുഷ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിലേക്ക് പോലെ അഡ്രസ് ഇല്ല. അവിടെ തിരക്ക് ചെല്ലുമ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സോ ആൾക്കാരോ ഇല്ല.
രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മരിച്ചു പോയവരുണ്ട് ഇതിനകത്ത്. മൂന്നാമത്തെ കാര്യം ഒരു പക്ഷെ സ്ഥലം മാറിപ്പോയവരുണ്ടാവും, പണ്ടെങ്ങാണ്ട് ആധാർ എടുത്തിട്ട് അവിടുന്ന് പോയവർ, നമ്മൾ അങ്ങനെ നല്ല ഉദ്ദേശത്തിൽ വേണം പറയാൻ. അങ്ങനെയൊക്കെ ഉള്ള ഏതായാലും 10.33 ലക്ഷം പേര് ഇല്ല, ഇതിൽ പരാതാത്മാക്കളുണ്ടെന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. ഇതിൽ ഈ ഒരു 2.5 കോടി പേരുടെ ഫോമുകൾ തിരിച്ചെത്തിയില്ല. അതിനെ നമുക്ക് മുഴുവൻ പേരും കടന്നുകയറ്റക്കാരാണെന്നോ 2.5 കോടി പേർക്ക് വോട്ടില്ലെന്നോ നമ്മൾ അർത്ഥമാക്കേണ്ടതില്ല. കാരണം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ഇത് ക്ലോസ് ചെയ്തത്, ഇന്നലെ അല്ല 20-ാം തീയതി. അപ്പോൾ ഒരുപക്ഷെ ഈ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 7.5 കോടി വോട്ടർമാരുള്ള ഒരു വലിയ സ്റ്റേറ്റ് ആണ്. അപ്പം ആ സ്റ്റേറ്റിന്റെ എല്ലായിടത്തും ഈ ഫോമുകൾ ഒരേ സമയത്ത് തന്നെ എത്തുക എന്നുള്ളത് കുറെ ദുഷ്കരമായ കാര്യം കൂടിയാണ്. ഒരുപക്ഷെ അതിന്റെ ടെക്നിക്കൽ പ്രോബ്ലംസ് ആയിരിക്കാം. അതായത് 4.55 കോടി ജനങ്ങളുടെ ഫോമുകൾ തിരിച്ചെത്തിയത് ഡിജിറ്റലൈസേഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ബാക്കി ഫോമുകൾ ഒരുപക്ഷെ ഡിജിറ്റലൈസേഷന്റെ കാലതാമസമാകാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഫോമുകൾ മറ്റെന്തെങ്കിലും സാങ്കേതിക കാരണത്തിൽ എത്താത്തതായിരിക്കും. അതുകൊണ്ട് അത് നമുക്ക് ആ ഒരു തെറ്റിദ്ധാരണ വാർത്ത നമ്മൾ നൽകുന്നില്ല. പക്ഷെ ഇത്തരം ഇതുണ്ട്. ഇപ്പോൾ കറണ്ട് കിട്ടിയ വിവരം മാത്രമാണ് നമ്മൾ നൽകുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏതാണ്ട് 80,600 BLOമാര് പങ്കെടുത്തു. തലകറങ്ങാത്ത, മരിക്കാത്ത, ആത്മഹത്യ ചെയ്യാത്ത 80,600 BLOമാർ ഇതിൽ പങ്കെടുത്തു. 8,000 സൂപ്പർവൈസർമാര്, 3,000 അസിസ്റ്റന്റ് ഈ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർമാര്, 294 ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരടക്കം SIRൽ പങ്കെടുത്തു. ഇവർക്കൊക്കെ നന്ദി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഒപ്പം തന്നെ അവിടെ വലിയൊരു കരുതലും എടുത്തിരുന്നു. BLOമാർക്ക് ശാരീരിക അസ്വസ്ഥതയോ വല്ലതും തോന്നിയാൽ ഉടൻ തന്നെ അവരുടെ ചികിത്സ നൽകാനും ആ ചികിത്സയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് അവിടെ ഉത്തരവ് നൽകിയിരുന്നു. അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. ആർക്ക് തലർക്കോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ഇവരാണ് അത് പോയിട്ട് ശരിയാക്കേണ്ടത്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ. രണ്ടാമത്തെ, അവർക്ക് സുരക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സേനയും വിന്യസിച്ചിരുന്നു. അവരെപ്പോഴും ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും സുരക്ഷ കൊടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവിടെ സുഗമമായിട്ട് നടപ്പാക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ കയറാൻ അനുവദിക്കില്ല, കയറിയ കാല് തല്ലി ഒടിക്കും, മറ്റേതാ മറിച്ചാണെന്നൊക്കെ പറഞ്ഞിടത്താണ് ഇപ്പൊ നടന്നിരിക്കുന്നു. ഇത്ര ഫോമുകൾ തിരിച്ചെത്തിയില്ല. ഇതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഇത്രയും ഫോമുകൾ എന്തുകൊണ്ട് തിരിച്ചെത്തിയില്ല എന്നുള്ളത്. പക്ഷേ ഇതിന്റെ ഒരു ക്ലാരിറ്റി വരേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിപ്പോ 20-ാം തീയതി ക്ലോസ് ചെയ്തു. അതിനുശേഷം ചിലപ്പോൾ ഇപ്പോൾ എത്ര ഫോമുകൾ തിരിച്ചു വന്നിട്ടുണ്ട് എന്നത് നമുക്കിപ്പോൾ അറിയില്ല. ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അതിന്റെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കാം ബാക്കി വിവരങ്ങൾ അറിയാം. ഇനി ഈ ഫോമുകളെല്ലാം തിരിച്ചു വന്നു എന്ന് കരുതി എല്ലാവരും അവിടുത്തെ വോട്ടർമാരാണ് എന്ന് അർത്ഥമാക്കേണ്ടതുമില്ല. ബീഹാറിലൊക്കെ ലക്ഷക്കണക്കിന് ഫോമുകളെല്ലാം തിരിച്ചു വന്നിരുന്നു. ഇതിന്റെ സ്ക്രൂട്ടിനി നടക്കാൻ പോകുമ്പോഴാണല്ലോ ബാക്കി കഥയിരിക്കുന്നത്. ഇപ്പൊ നമ്മളത് പേരെഴുതി വിടാൻ നമുക്ക് എളുപ്പമാണ്, വീട്ടിൽ കിട്ടുന്ന ഫോം അല്ലേ, അതിനകത്ത് ഇപ്പം നമ്മുടെ പേരും നാളും ID കാർഡും ഒക്കെ എഴുതി വിടാൻ എളുപ്പമാണ്. ഇതിന്റെ അനുബന്ധ രേഖകൾ നൽകേണ്ടതായിട്ടുണ്ടല്ലോ. അതായത് ഇത്തവണ ചിലപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റിയേക്കുമായിരിക്കാം, പക്ഷെ ഇതിന്റെ അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ പൊക്കും. അതുകൊണ്ട് ബീഹാർ ഒരു വലിയ പാഠമാണത്. കാരണം ഫോം തരാം. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണെങ്കിൽ ഇനിയിപ്പോ പക്ഷേ വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് വേറൊരു കാര്യമുണ്ട്, ലോങ് ടൈമാണ്, ഏപ്രിലേ ഉള്ളൂ തെരഞ്ഞെടുപ്പ്. അപ്പൊ അതിനടക്കം ഈ ഫോം സ്ക്രൂട്ടനിയിൽ വിധേയമാക്കാൻ കഴിയും, അന്വേഷിക്കാൻ കഴിയും, ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ കഴിയും. ബീഹാറിൽ സമയം ഒട്ടുമില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇളവ് ബീഹാറിനുള്ളത്. ബംഗാളിന് ആ ഇളവ് കിട്ടില്ല. സ്വാഭാവികമായി ഫോം കൊടുക്കുമ്പോൾ സംശയമുള്ളവർക്ക് ബാക്കി ഡോക്യുമെന്റ്സ് കൊണ്ടുവരാൻ പറയുമ്പോൾ ഡോക്യുമെന്റ്സ് ഉണ്ടാകില്ല. അതുകൊണ്ടും കൂടി ആയേക്കണം ഇതിനകത്ത് ചിലപ്പോൾ കുറച്ച് ഫോമുകൾ വരാതിരിക്കാനുള്ള സാധ്യത. ഇനി ഫോം കൊടുത്തവരുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ഡോക്യുമെന്റ്സ് തപ്പി പോകുമ്പോൾ പിന്നെയും അതിൽ നിന്ന് കുറയും. ബീഹാറിലും നമ്മൾ കണ്ടതാണ്, ഇത് പല സ്റ്റേറ്റിലും നമ്മളിത് കണ്ടതാണ്. പക്ഷെ ഇവിടെ നമ്മുടെ അതിർത്തി സേനയും നമ്മുടെ കേന്ദ്രവുമെല്ലാം ഇപ്പോൾ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൊടുത്തു, ബംഗ്ലാദേശിലേക്ക് വലിയ രീതിയിൽ തന്നെ പലായനം തുടങ്ങി. ദിവസവും ആയിരക്കണക്കിന് പേർ പലായനം ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോകുന്ന എല്ലാവരും വെറുതെ പോകുന്നവരോ വന്നവരോ അല്ല. ഇതിനകത്ത് ക്രിമിനൽസ് ഉണ്ടാകും. അതായത് നമ്മുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിരുന്നു. അതായത് മൊബൈൽ മോഷണം മുതൽ റേപ്പ് കേസുകൾ, കൊലപാതകങ്ങൾ, മറ്റ് മോഷണങ്ങളൊക്കെ ഉള്ള പ്രതികളുണ്ടാകും. അവരുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക ഒരു വലിയ തലവേദനയായിട്ട് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പോകുന്നത് കൊണ്ടല്ല, പോയി കഴിഞ്ഞാൽ പിന്നെ ഇവനെ കിട്ടത്തില്ല, അപ്പുറത്ത് കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല. അപ്പം അത് നോക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവൻ വല്ല ഭീകരവാദ സംഘടനയുടെ ആളായിരുന്നു എന്നൊക്കെ ഉള്ളത് പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് യോഗി ഇക്കാര്യത്തിലൊക്കെ മിടുക്കനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വ്യാപകമായി തന്നെ തടങ്കൽപ്പാളയം, കഴിഞ്ഞ ദിവസം ന്യൂസിന്റെ അവരുടെ വാർത്ത നൽകിയത്, വ്യാപകമായി തന്നെ തടങ്കൽപ്പാളയം നിർമ്മിച്ചു. തടങ്കൽപ്പാളയം നിർമ്മിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ തെറ്റിദ്ധരിക്കും, ഈ സിമെന്റും കമ്പിയൊക്കെ വെച്ചിട്ട് ഇത് കെട്ടിപ്പൊക്കി എത്ര നാൾ എടുക്കും എന്നുള്ളത്. അങ്ങനെയല്ല. സ്കൂളുകള്, ഓഡിറ്റോറിയങ്ങള്, സ്റ്റേഡിയങ്ങള് ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും സർക്കാരിന് ജയിലുകളാക്കി പ്രഖ്യാപിക്കാൻ കഴിയും. താൽക്കാലിക ജയിലുകൾ എന്നാണ് ഇന്ന് പറയുന്നത്.
താൽക്കാലികമായ ജയിൽ 2 മാസത്തേക്കോ 1 മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ രാജ്യത്തെ പല ഭാഗത്തും സ്കൂളുകളെല്ലാം ജയിലറുകളായി മാറിയില്ലേ. അപ്പം ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിരുന്നു. അപ്പോൾ വലിയ വലിയ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ മിക്കവാറും സംസ്ഥാനങ്ങളിൽ അവിടുത്തെ അടുത്തുള്ള വലിയ സ്കൂളോ അല്ലെങ്കിൽ കോളേജ് ഓഡിറ്റോറിയം അല്ലെങ്കിൽ കോളേജിന്റെ ഗ്രൗണ്ടൊക്കെ താൽക്കാലിക ജയിലായിട്ട് ജില്ലാ മജിസ്ട്രേറ്റിന് തന്നെ അത് പ്രഖ്യാപിക്കാൻ കഴിയും. കാരണം ഇത്രയും പേരെ പിടിച്ചുകൊണ്ടിട്ട് എവിടെ നിൽക്കും, അതുകൊണ്ടൊരു വിഷയമാണ്. അപ്പൊ യോഗ എന്ത് ചെയ്തു, UP ഉടനീളം തടങ്കൽ പാളയങ്ങളാണ് അതിന് പറയുന്നത്. കാരണം തടങ്കൽ പാളയം ജയിലാണെങ്കിൽ തന്നെ ഇതിന് നമ്മൾ തടങ്കൽ പാളയം സ്പെഷ്യലായിട്ട് പറയാൻ കാരണം ഇത് വിദേശികളാണ്, സ്വദേശികളല്ല. അപ്പം അവർക്ക് കിടക്കുന്ന ജയിലിലും അവിടുത്തെ ഫെസിലിറ്റിയും വ്യത്യാസമുണ്ട്. കാരണം ഇവരിങ്ങനെയുള്ളവരെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഫുഡ്, അവരുടെ ഫെസിലിറ്റികൾ, ഇതിനെല്ലാം നമ്മൾ നോക്കേണ്ട, അത് ഒരു ഇന്റർനാഷണൽ ലോ ആണത്. അതുകൊണ്ടല്ലേ സുപ്രീം കോടതി ചോദിച്ചു ഇവനെയൊക്കെ ഇങ്ങനെ ഇട്ട് തീറ്റിപ്പറ്റുന്ന വല്ല കാര്യം കൊണ്ട് അടിച്ച് പുറത്താക്കുന്നു പറഞ്ഞു. അസാമിലെ കേസുമായിട്ട് സുപ്രീം കോടതി ചെന്നു. നിങ്ങൾ ഇതുവരെ പുറത്താക്കിയില്ലെന്ന് ചോദിച്ചു ഹിമന്ത ബിശ്വ ശർമ്മ അടുത്ത്. അപ്പൊ പറഞ്ഞില്ല, അതിന്റെ പ്രോസസ്സിംഗ് നടന്നു വരുന്നത്, പെട്ടെന്ന് പുറത്താക്കുക. ഈ നമ്മുടെ കോടതിയിലിട്ടിട്ട് ഈ തീറ്റിപ്പറ്റുന്ന വല്ല കാര്യമുണ്ട്. കാരണം നമ്മുടെ നമ്മുടെ കേരളത്തിലെ 2022 തോന്നുന്നു, 22 ഞാൻ ആ വാദം ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ ഓർക്കാൻ കാരണം. നമ്മുടെ ഒരു തടങ്കൽപ്പാളയം തൃശ്ശൂരുണ്ടല്ലോ, 2 തടങ്കൽപ്പാളയമാണ് ശ്രീമാൻ പിണറായി വിജയൻ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ തൃശ്ശൂർ തടങ്കൽപ്പാളയത്തിൽ 8 പേരുണ്ടായിരുന്നു. അതിൽ 2 3 നൈജീരിയക്കാരുണ്ട്. അതെന്താന്ന് വെച്ചാൽ അവരിവിടുത്തെ കുടിയേറ്റക്കാരല്ല. ഇതിനകത്ത് ഒരുപാട് ഈ തടങ്കൽപ്പാളയം എന്ന് പറഞ്ഞാൽ കുടിയേറുന്നവരെ മാത്രമുള്ളതല്ല. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ വിസ തീർന്നു പോകുന്നവരുണ്ട്, കുറെ അധികം വിദേശികൾ വിസ തീർന്നിട്ട് മടങ്ങിപ്പോകാത്തവരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന് കറങ്ങി നടന്നിട്ട് ഇലീഗൽ ഉള്ള വിസകളുണ്ട്. ഇപ്പൊ ടൂറിസ്റ്റ് വിസ വന്നിട്ട് അവർ പിന്നെ ബിസിനസ്സിലേക്കോ ഇല്ലെങ്കിൽ മതപരിവർത്തനത്തിലേക്കോ മറ്റെന്തെങ്കിലും, ഇതിനൊക്കെ സെപ്പറേറ്റ് വിസയാണ് മതപരിവർത്തനത്തിനൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പൊ ടൂറിസ്റ്റ് വിസ വരും, ഇല്ല ചികിത്സയുടെ വിസ വന്നിട്ട് മറ്റു പല പണിക്കും പോകും. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ പിടിച്ചു കഴിഞ്ഞാലും ഈ തടങ്കൽപ്പാളയത്തിൽ തന്നെയാണ് പാർപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ പോലും 8 പേരുണ്ടായിരുന്നു. അപ്പം യോഗി ആദിത്യനാഥ് പറഞ്ഞു അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, നിങ്ങൾ ആരാ എന്താ എന്തിനു വന്നു എന്നൊക്കെ അറിയണ്ട, ഞങ്ങൾ ഇത്ര നാൾ ഇവിടെ ഉണ്ടായിരുന്നതല്ലേ. അപ്പം അതുകൂടെ അറിഞ്ഞിട്ട് നമുക്കങ്ങ് പോകാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് പലായനത്തിന്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്, പേടിച്ചു. കാരണം ഈ യോഗിയെ കണക്കുള്ള ഒരു പറയുമ്പോൾ ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ യോഗിയുടെ പോലീസൊക്കെ ഇടിച്ച് പരിപ്പിളക്കുമെന്നൊരു പേടിയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, കൈ കിട്ടുന്നിടത്തോണ്ട് ഓടുകയാണ്. ഇവിടെ അതിലും അത് കൂലുമേ കുരുവായിട്ടിരിക്കുന്നു ഈ സാധനം. ഹിമന്ത ബിശ്വ ശർമ്മ പിന്നെ ന്യൂട്രൽ നിന്ന് ഈ പണി അങ്ങ് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് പുള്ളിക്ക് വലിയ തലവേദന, അവിടെ എല്ലാം സെറ്റാ, ഇതില്ല. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ യഥാർത്ഥത്തിൽ ഇങ്ങനെ പോകുന്നവരെല്ലാം പിടിച്ചു നിർത്തി ഇവരുടെ മുഴുവൻ പരിശോധിച്ച് ഇതിന്റെ ഡേറ്റാസ് എല്ലാം ഇവർ ഏതൊക്കെ സ്ഥലത്ത് പോയി പ്രശ്നം ഉണ്ടാക്കുന്നോ മോട്ടിച്ചെന്നോ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല. ഒരു പക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു മൊബൈലും മോട്ടിച്ചുകൊണ്ട് ഒരു ബംഗ്ലാദേശി നമ്മുടെ അതിർത്തി കടന്നു പോകുന്നു അല്ലെ, നാളെ ആ ബംഗ്ലാദേശിൽ ഇരുന്നിട്ട് അയാള് അസീം മുനീറിനെ വിളിക്കുന്നു, ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് വട്ടം ചുറ്റത്തില്ലേ? അത് നമ്മുടെ ഇവിടുത്തെ സിം എടുത്തുകൊണ്ട് പോയിട്ട് ആരുടെ പേരിലുള്ള മൊബൈലാണെന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള നാരായണന്റെ ഫോണാണ് പോരെ നമ്മുടെ അടുപ്പുകൂട്ടിക്കാരൊക്കെ ചർച്ച നടത്താൻ. സംഘികൾ ഇതാ ബംഗ്ലാദേശിൽ ഇരുന്ന് ഭീകരപ്രവർത്തനം നടത്തുന്നു. അപ്പം നമുക്കിതൊക്കെ അന്വേഷിച്ചല്ലേ വിടാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരുന്നത്. പക്ഷെ പലായനത്തിന്റെ എണ്ണം കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ട് അതായത് നേരത്തെ 100 കണക്കിന് ഇറങ്ങി 1000 കണക്കിന് പേര് ജീവനം കൊണ്ടുപോകും. കാരണം കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അത് നിരപരാധികളാണ് ഭൂരിപക്ഷം പേരും. എല്ലാവരും അപരാധികളാണെന്ന് നമ്മൾ പറയുന്നില്ല, നിരപരാധികളും ഉണ്ട്. ഒരുപാട് പേരും നിരപരാധികൾ, അത് കുറച്ച് പേരുണ്ടാവുമല്ലോ ക്രിമിനൽസ്. അങ്ങനെയാണ് അതിന്റെ കാര്യം നിൽക്കുന്നത്. ഏതായാലും SIR വെസ്റ്റ് ബംഗാളിൽ നടപ്പാക്കില്ല എന്നായിരുന്നു ഈ രാജ്യത്തുള്ള പ്രതിപക്ഷ പാർട്ടികൾ കൊട്ടിക്കൊഴിച്ചിരുന്നു. മമത മറ്റുള്ളവരെ പോലെ അല്ല, പുലിയാണ്, കടുവയാണ്, സിംഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഏതായാലും അതൊന്നും അല്ല എന്നുള്ളത് ഇപ്പം മാറിയിരിക്കുന്നു. ഈ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമാണ് വെസ്റ്റ് ബംഗാളെന്നും അവിടെ SIR നടപ്പാക്കിയിട്ടുണ്ടെന്നും അവിടെ ഫോമുകൾ വിതരണം ചെയ്തെന്നും ആ ഫോമുകൾ 2.5 കോടിയുടെ അടുത്ത ഫോമുകൾ തിരിച്ചെത്തിയില്ല എന്നുള്ള വാർത്തയാണ്. ഈ വാർത്തയുടെ അപ്ഡേഷൻ വരും. പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഇതിന്റെ ഫുൾ അപ്ഡേഷൻ കിട്ടിയതിന് ശേഷം വിശദമായി തന്നെ എത്ര പേര് മരിച്ചു, എത്ര പേർ കുടിയേറ്റക്കാരുണ്ട്, എത്ര പേർക്ക് ഡബിൾ ഇങ്ങോട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ സമഗ്രമായി തന്നെ ഈ ചാനലിൽ നമ്മളൊരു അനാലിസിസ് പ്രോഗ്രാം ചെയ്യും.